അമിത് ഖാൻ നമ്മളടുത്ത് വന്നപ്പോൾ അമിത് ഖാൻ ചോദിച്ചേ ഞാൻ താമസിക്കുന്ന വീടാണ്, ഇത് എങ്ങനെയെങ്കിലും റിന്യൂവേറ്റ് ചെയ്തിട്ട് നല്ല ഒരു മോഡിഫൈ ചെയ്യണം ഉള്ള ആഗ്രഹമൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ആയിക്കോട്ടെ അമിത് ഖാൻ, ഒന്ന് പോയി വീടുള്ളതൊന്ന് കണ്ടു നോക്കുക അറിഞ്ഞാണ്ടാണ് നമ്മളവിടെ എത്തുന്നത്. അപ്പോൾ അമിത് ഖാൻ ഒരു വിഷമം എന്താ വെച്ചാൽ ഉള്ള താമസവും കാര്യവും ഒക്കെ അതിൽ നടക്കുന്നതുകൊണ്ട് ഇതിവിടെ എങ്ങനെ വർക്ക് എടുക്കാൻ പറ്റും, റിന്യൂവേറ്റ് ചെയ്യണം ബുദ്ധിമുട്ടല്ലേ, ഒരു വീട് പണി പറഞ്ഞാൽ കുറേ ടൈം എടുക്കില്ല എന്നുള്ളതൊക്കെയാണ് അമിത് ഖാൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായത്. അപ്പോൾ ഞാൻ അമിത് ഖാനെ പറഞ്ഞു, ഇല്ല അമിത് ഖാൻ, അതൊന്നും ഒരു പ്രശ്നമില്ല, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ് അമിത് ഖാനെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. പിന്നെ ഞാൻ എൻ്റെ ടീമിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വീട് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം, നമ്മുടെ നാട്ടിലുള്ളൊരു വീട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ടീംസ് പറഞ്ഞു നമുക്കൊരു മാസം കൊണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ വർക്ക് നമ്മൾ പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കുറച്ച് താന്നൊരു സ്ഥലമാണ്, റോഡിനാട്ടിലും ഒരു 6 മീറ്റർ താന്ന് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അപ്പോൾ അമിത് ഖാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അടിയിക്ക് ഇറങ്ങണത് വേണ്ട, മുകളിലേക്ക് കയറുന്ന സിസ്റ്റം ആയി കിട്ടിയാൽ വളരെ നന്നായി. അപ്പോൾ നമ്മൾ അങ്ങനെ 2 നില അടിയിലേക്ക് ബേസ്മെൻറ്റ് ചെയ്യുകയും മുകളിലേക്ക് 2 ഫ്ലോർ ചെയ്യുകയാണ് ചെയ്തത്. അത് നമ്മളെന്ത് ചെയ്തു, ടാർഗറ്റ് ചെയ്തു, ഓരോ ഞായറാഴ്ച നമ്മളെന്ത് ചെയ്യുന്നു, ഓരോരോ സ്ലാബ് കാസ്റ്റ് ചെയ്യുക എന്നുള്ള തീരുമാനം എടുത്ത്. അപ്പോൾ ഫസ്റ്റ് ഞായറാഴ്ചയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ഞായറാഴ്ച തന്നെ നമ്മളെന്ത് ചെയ്തു, ബേസ്മെൻറ്റിൻ്റെ ഫ്ലോർ സ്ലാബ് കോൺക്രീറ്റ് ചെയ്തു. പിന്നെ അടുത്ത ഞായറാഴ്ച നമ്മളെന്ത് ചെയ്തു, ഗ്രൗണ്ട് ഫ്ലോർ സ്ലാബ് കോൺക്രീറ്റ് ചെയ്തു. പിന്നെ അടുത്ത ഞായറാഴ്ച ഫസ്റ്റ് ഫ്ലോർ സ്ലാബ് കോൺക്രീറ്റ് ചെയ്തു. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താ വെച്ചാൽ ഡീ ഷട്ടറിങ് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല. ഈ 4 നിലക്കുള്ള ലോഡുകൂടിയും കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതായിരിക്കണം. കാരണം ഇത് അടുത്ത നില നമ്മൾ പൊളിക്കാൻ സമയം കിട്ടില്ലല്ലോ, കാരണം ഓരോ ഞായറാഴ്ചയിൽ നമ്മളത് അടിച്ചു പോവുമല്ലേ. അപ്പോൾ അതൊരു കാരണവശാലും ഡീ ഷട്ടറിങ് ചെയ്യാനും പറ്റില്ല. അത് കറക്റ്റ് ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ നിർദ്ദേശപ്രകാരമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പ്രോഗ്രസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇത് സുഖമായിട്ട് ഇതേമാതിരി നമ്മളിപ്പോൾ കറക്റ്റ് 4 ആഴ്ച എന്ത് ചെയ്തു, 28ാമത്തെ ദിവസം നമ്മളെന്ത് ചെയ്തു, 4ാമത്തെ സ്ലാബ് ഇട്ട് നമ്മളെ ഡ്രീം നമ്മളെന്ത് ചെയ്തു അവിടെ കംപ്ലീറ്റ് ചെയ്തത്. അതിന് നമ്മളെ ടീം നന്നായിട്ട് ഇതിന് വേണ്ടിയിട്ട് ജാഫറൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രെച്ചർ നമ്മളിത് തീർന്നു. ഈ 10ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരേ സമയത്ത് എല്ലാം ഡീ ഷട്ടർ ചെയ്തു. ഇപ്പോൾ പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 10ാമത്തെ ദിവസമായിട്ടുള്ളൂ, പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർഷമൊക്കെയാണ് ഇപ്പോൾ സാധാരണ നോർമൽ ഒരു വീട് 1 വർഷം 2 വർഷം എടുക്കുന്ന വീടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2-3 മാസം കൊണ്ട് നമുക്ക് ഫുൾ ഫിനിഷ് ചെയ്ത് ഇൻറ്റീരിയർ ചെയ്ത് പാർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. ടീം വർക്ക് അത്രയും സെറ്റപ്പ് ആയിട്ട് ചെയ്യണം എന്നേ ഉള്ളൂ.